ജാതകം രചന ഐൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പരമേശ്വരനും രേണുക രണ്ട് അമ്മായിമാരും ഒരു കാറിൽ കയറിയപ്പോൾ സിദ്ധാർത്ഥും മേഘയും വൈദേഹിയും ഒരു കാറിലേക്കും കയറി. അവന്റെയും മേഘയുടെ ഇടയിൽ ഒരു നാണവുമില്ലാതെ വൈദേഹി കയറിയിരിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ അവളെ കണ്ണുരുട്ടി നോക്കി. എന്താണ് സിദ്ധു എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പൊട്ടിച്ചിരിയോടെ വൈദേഹി ചോദിച്ചപ്പോൾ ഒരു പുച്ഛത്തോടെ സിദ്ധാർത്ഥ മറുപടി നൽകി. ഇവണെന്തിനാ ഇനി അവിടെ പിന്നാലെ കിടന്ന് ചുറ്റിത്തിരിയുന്നു? കാറിൽ കയറിയതിനു ശേഷം രേണുക തന്റെ ഭർത്താവിനോട് ചോദിച്ചു. വൈദേഹി സിദ്ധാർത്ഥിന്റെയും മേഘയുടെയും കൂടെ കയറിയത് രേണുകക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചെക്കനും പെണ്ണും സ്വസ്ഥമായി ഒരുമിച്ച് യാത്ര ചെയ്തോട്ടെന്ന് വെച്ചിട്ടാണ് സിദ്ധാർത്ഥിന്റെ പിന്നിൽ എപ്പോഴും വാറയിൽ നടക്കുന്ന തന്റെ ആങ്ങളുടെ മകൻ നിരഞ്ജനെ പോലും മാറ്റി നിർത്തിയത്. ഞാനും ഓർത്തു അത്. പിന്നെ ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നു. അതിനിടയിൽ എങ്ങനെ പറയുന്നോർത്ത് മിണ്ടാന്നാ. ഇനിയിപ്പോ പോട്ടെ, സാരില്ല, ഇപ്പൊ വീടെത്തുമല്ലോ. രേണുക ഒന്ന് അമർത്തി മൂടി. രേണുകയൊക്കെ പോയ കാറാണ് തറവാട്ടിൽ ആദ്യം എത്തിയത്. അപ്പോഴേക്ക് അവിടെ ബന്ധുക്കളൊക്കെ ചെറുക്കിനെയും പെണ്ണിനെയും സ്വീകരിക്കാനായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥിന്റെ കാറും എത്തി. വൈദേഹിയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന്. മേഘയെ നിലവിളിക്ക് കൊടുത്ത് രേണുക അകത്തേക്ക് കയറ്റി. രണ്ടാളും കൂടെ അകത്ത് കയറിയതിനു ശേഷം ബന്ധുക്കളുടെ ഒരു പട മേഘയുടെ ചുറ്റും കൂടി. പെൺപട അടുത്തു കൂടിയപ്പോൾ സിദ്ധാർത്ഥ് പിന്നെ വരാമെന്ന് മേഘയോട് കണ്ണുകൊണ്ട് കാണിച്ച് പതുക്കെ അവിടെ നിന്നും മാറി. എല്ലാവരോടും ചിരിച്ചൊക്കെ നിന്നെങ്കിലും വല്ലാത്തൊരു അപരിചിതത്വം മേഘ അനുഭവപ്പെട്ടു. എല്ലാവരും വലിയ വലിയ ആളുകൾ. അവൾക്ക് ചെറുതായ അപരിക്ഷിതാബോധവും തോന്നി. വൈദേഹി തന്നെ മേഘയെ കൂട്ടം കൂടുന്ന ബന്ധുക്കൾക്കിടയിൽ നിന്ന് മാറ്റി അച്ചമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അച്ചമ്മയുമായി മേഘ സംസാരിച്ച് കഴിയുവോളം വൈദേഹി അവിടെ തന്നെ നിന്നു. വാ, ഈ ഡ്രസ്സൊക്കെ മാറ്റണ്ടേ? വൈദേഹി ചിരിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ മേഘ അവളെ സ്നേഹത്തോടെ നോക്കി. വൈദേഹിക്ക് പലപ്പോഴും പല സ്വഭാവമാണ്. നേരത്തെ തന്നെ കാണുമ്പോൾ ഒരുമാതിരി കലി പിടിച്ച പോലെയാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ വളരെ സ്നേഹവും. ഇതിലേതായിരിക്കും വൈദേഹിയുടെ ശരിക്കുള്ള സ്വഭാവം? എന്താ ആലോചിക്കുന്നത്? വരുന്നില്ലേ? ഇപ്പോൾ ശബ്ദത്തിൽ ആദ്യത്തെ മയമൊക്കെ മാറിയിരിക്കുന്നു. കുറച്ച് കാഠിന്യം വന്ന പോലെ. ആള് ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതി മേഘ വേഗം വൈദേഹിയുടെ പിന്നാലെ നടന്നു. ദേ, ഇതാ സിദ്ധാർത്ഥിന്റെ മുറി. മുകളിലെ രണ്ട് പാളികളോടുകൂടിയ വലിയ വാതിൽ തുറന്നുകൊണ്ട് വൈദേഹി മേഘ കാണിച്ചു കൊടുത്തു. വലിയ വിശാലമായ മുറി. തന്റെ വീട്ടിലെ ഹാളിന്റെ 3 ഇരട്ടി വലുപ്പമുണ്ട് അതിനെന്ന് മേഘയ്ക്ക് തോന്നി. ചുറ്റുപാടും കൗതുകത്തോടെ കണ്ണോടിച്ചുകൊണ്ട് മേഘ ആ മുറിക്കുള്ളിലേക്ക് കയറി. അത് കണ്ടപ്പോൾ വൈദേഹിയുടെ കണ്ണുകളിൽ പകയാളി. തന്റെ മുറിയാണ്. അവിടേക്ക് ഇപ്പോൾ വേറൊരുത്തി അവകാശത്തോടു കൂടി കയറിയിരിക്കുന്നു. മേഘ, വസ്ത്രമൊക്കെ മാറ്റി കുറച്ചേരം വിശ്രമിച്ചോ? പിന്നെ ഒരു കാര്യം, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വൈദേഹി മേഘയുടെ അരികിലേക്ക് ചെന്നു. ദാ, ഈ ഗുളിക കയ്യിൽ വെച്ചോ. എല്ലാ ദിവസവും രാത്രി ഓരോന്ന് ആരും കാണാൻ കഴിക്കണം. സിദ്ധു പോലും കാണരുത്. അത് പറഞ്ഞതിനൊപ്പം വൈദേഹി കുഞ്ഞു റോസ് നിറത്തിലുള്ള ഗുളികൾ അടങ്ങിയ ചെറിയ ചില്ലുകുപ്പി മേഘയുടെ നേരെ നീട്ടി. എന്താ ഇത്? മേഘ അത് വാങ്ങാൻ സംശയത്തോടെ വൈദേഹി നോക്കിക്കൊണ്ട് ചോദിച്ചു. മേഘയുടെ ചോദ്യം കേട്ടപ്പോൾ വൈദേഹിയുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. ഇതുവരെ ആരും ഇങ്ങനെ തിരിച്ചു തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഗർഭിണിയാവാതിരിക്കാനുള്ള ഗുളികകളാണത്. ബലി കൊടുക്കുമ്പോൾ ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടാവണം. പക്ഷെ ഉള്ളിൽ വേറെ ജീവനെ വഹിക്കാൻ പാടില്ല. എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പ്രസവം കഴിയുന്നവരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള ക്ഷമയൊന്നും തൽക്കാലം തനിക്കില്ല. അതുമാത്രമല്ല, ബലി കൊടുക്കാനുള്ള സമയം കുറവാണ്. അവരൊരുമിച്ച് ജീവിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് അവളെ തനിക്ക് തട്ടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഇടവേളക്കിടെങ്ങാനും ഗർഭിണിയായാലോ? അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനൊരു വഴി തേടി പിടിച്ച് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അടുപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവിടെ ഒരു ചോദ്യം ചെയ്യൽ. അതൊക്കെ നീ അറിയുന്ന എന്തിനാ? പറഞ്ഞ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. വന്നു കയറുമ്പോഴേക്കും നീ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നോ? നിനക്കറിയില്ല ഈ വൈദേഹിയെ? കറുത്ത മഷിയാൽ വല്ലാതെ കറുപ്പിച്ച കണ്ണുകൾ ഉരുട്ടി വൈദേഹി പറഞ്ഞപ്പോൾ മേഘയ്ക്ക് ചെറിയൊരു ഭയം തോന്നി. പിന്നെയും വൈദേഹി ആ ചില്ലുകൂപ്പി നീട്ടിയപ്പോൾ മേഘ അത് വാങ്ങാതെ നിന്നു. എന്തിനാണെന്ന് പോലും അറിയാത്ത ആ ഗുളിക വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് മേഘയ്ക്ക് തോന്നി. ഇവരെ നോട്ടം ഭാവമൊക്കെ കണ്ട് പേടിച്ച് ആ ഗുളിക വാങ്ങി വെച്ച് കഴിച്ചോളാമെന്ന് കള്ളം പറയാൻ അവൾക്ക് മനസ്സിലായിരുന്നു. ഇവരാദ്യം കണ്ടപ്പോഴേ തൊട്ടൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തോന്നുന്നത്. ആ കണ്ണുകളിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ. അങ്ങനെ തുടക്കത്തിലെ പേടിച്ചു നോട്ടാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഇവരുടെ വാക്കും കേട്ട് നിൽക്കേണ്ടി വരും. കേട്ടിട്ടുണ്ട് 7ാമത്തെ അവസാനത്തെ വാക്ക് വൈദേഹിയുടേതാണെന്ന്. ഇവരെ വെറുപ്പിച്ചു വെച്ചാൽ ചിലപ്പോൾ തന്റെ ഇവിടുത്തെ നിലനിൽപ്പിന് അപകടമായേക്കാം. എന്നാലും സാരമില്ല, അത് തന്റെ വിധിയാണെന്ന് വിചാരിച്ചോളാം. ഇത് എന്ത് ഗുളികയാണെന്ന് ചേച്ചി പറഞ്ഞില്ലല്ലോ. ഞാൻ കഴിക്കുന്ന ഗുളിക എന്തിനാണെന്ന് എനിക്കറിയണ്ടേ? മേഘ അങ്ങനെ പറഞ്ഞപ്പോൾ തന്റെ അടവ് അവിടെ അടുത്ത് നടക്കില്ലെന്ന് വൈദേഹിക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഈ ഗുളിക കഴിപ്പിക്കുകയും വേണം. വേറെ എന്തിനെങ്കിലുള്ള ഗുളികയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വഭാവം ചിലപ്പോൾ സംശയം തോന്നി അതെന്താണെന്ന് തിരക്കി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഉള്ളത് തന്നെ പറഞ്ഞേക്കാം. അതിനുവേണ്ടി കുറച്ച് താഴ്ന്നു കൊടുത്താലും സാരമില്ല. പെട്ടെന്നാണ് വൈദേഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. കൂടെ 2 ഏങ്ങലും. അയ്യോ, ചേച്ചി എന്തിനാ കരയുന്നേ? മേഘ അല്പം ഭയത്തോടെ ചോദിച്ചു. ഞാനുള്ളത് പറയാലോ, ഗർഭിണി ആവാതിരിക്കാനുള്ള ഗുളികളായത്. ഇതെന്തിനാ എനിക്കിരുന്ന്? മേഘ കണ്ണുകൾ കൂർപ്പിച്ച് ആ ഗുളികയിലേക്കും വൈദേഹിയിലേക്കും നോക്കി. വന്ന് കയറിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും തരുന്നതാണ് ഗർഭിണി ആവാതിരിക്കാനുള്ള ഗുളിക. മേഘക്ക് വൈദേഹിയുടെ പുച്ഛം തോന്നി. എനിക്കറിയാം ഇപ്പൊ മേഘ വിചാരിക്കുന്ന എന്താണെന്ന്. പക്ഷെ ഇപ്പൊ ഇത് തരാതിരിക്കാതെ വേറെ നിവൃത്തിയില്ല. മേഘക്ക് അറിയാലോ, എന്റെയും സിദ്ധുവിന്റെയും കല്യാണം നേരത്തെ പറഞ്ഞുറപ്പിച്ചതാണെന്ന്. ഒരുപാട് സ്നേഹിച്ചവരായിരുന്നു ഞങ്ങൾ. ഇനിയിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. സിദ്ധുവിന്റെ കല്യാണം കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഞാനിങ്ങനെ നിൽക്കുമല്ലേ. അതിനാൽ കൂടെ മേഘ പെട്ടെന്ന് ഗർഭിണി കൂടി ആയാൽ
അമ്മമ്മ ആകെ തകർന്നു പോകും. അതുകൊണ്ട് എൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് പോരെ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ. സിധുവിനാണെങ്കിൽ എന്നോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവർ കുഞ്ഞിനെ ശ്രമിക്കുകയും ചെയ്യും. പാവ അച്ഛമ്മ, വയസ്സായവരല്ലേ, മനോവേദന കൂടും. മേഘയുടെ അമ്മമ്മയ്ക്ക് ഇത് പറയാൻ നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നതിന് സങ്കടമുണ്ടെങ്കിലും ഞാനായിട്ട് തന്നെ ഇതിനൊരു വഴി കണ്ടെത്തിയത്. അതും പറഞ്ഞ് കണ്ണുകളൊന്ന് അമർത്തി തിരുമ്മി വൈദ്യയും മേഘയെന്ന് ഒളി കണ്ടിട്ട് നോക്കി. മുഖം കൊല്ലാതിരിക്കുന്നുണ്ട്. പറഞ്ഞെല്ലാം വിശ്വസിച്ചുകൊണ്ട് പൊട്ടി. ചേച്ചി ഇങ്ങനെ കരയല്ലേ, ആ ഗുളികതായോ? മേഘ കൈ നീട്ടിയപ്പോൾ വൈദ്യയി വേഗ ആ ബോട്ടിൽ മേഘയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മേഘ, ഇത് വാങ്ങിക്കുന്നത് കൊള്ളാം, പക്ഷെ ആരും ഇത് അറിയരുത് കേട്ടല്ലോ. പ്രത്യേകിച്ച് സിദ്ധു, അവനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മമ്മയെ എപ്പോഴും ഓർത്തോണം. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വേണമെന്നില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് വേണ്ടി ശ്രമിക്കാം, കുഴപ്പമില്ല. വൈദ്യ ഒരു ഔദാര്യം പോലെ പറഞ്ഞ് മേഘയുടെ കവിളിൽ നിന്ന് തട്ടി. പറഞ്ഞൊന്നും മേഘ വിശ്വസിച്ചില്ലെങ്കിലും വൈദ്യയ്ക്ക് ഒരു സമാധാനമായിക്കൂടെ എന്ന് കരുതിയാണ് മേഘ അത് വാങ്ങിയത്. കേട്ടാൽ തന്നെ അറിയാം കല്ല് വെച്ച നുണയാണെന്ന്. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ എന്തെങ്കിലും വർത്താനം കരച്ചിൽ അഭിനയൊക്കെ കേൾക്കേണ്ടിയും കാണേണ്ടിയും വരും. ആദ്യം സ്നേഹിച്ചിരുന്ന മുറപ്പെണ്ണിനോടുള്ള ദേഷ്യത്തിന് പെട്ടെന്നൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന സിദ്ധാർത്ഥ്. സിദ്ധുവേട്ടന് അത്രക്ക് അങ്ങോട്ട് തരം താഴ്ന്നവനല്ലെന്ന് മേഘ കുറച്ചാൾ കൊണ്ട് അറിയാമായിരുന്നു. എന്തെങ്കിലും തങ്ങൾക്കൊരു കുഞ്ഞു പിറക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി രണ്ടാളുടെയും സ്നേഹത്തിൽ നിന്ന് മാത്രം ഉറവെടുത്തതായിരിക്കണം. ആദ്യത്തെ ദിവസം തന്നെ ഓരോന്ന്. ഒരു നെടുവീർപ്പോടെ അവൾ കട്ടിൽ താഴെ ഇരിക്കുന്ന എന്റെ ബാഗിലേക്ക് അത് എടുത്തു വെച്ചു. മേഘെ, തനിച്ചിരുന്ന് ബോറടിച്ചോ? അപ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് കയറി വന്ന്. ഉള്ളിലേക്ക് കയറിയതിനു ശേഷമാണ് അവൻ വൈദ്യയെ കണ്ടതും. മേഘ പതിയെ സിദ്ധാർത്ഥിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഏയ്, എന്ത് ബോറടി? ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മേഘയ്ക്ക് ഒരു കാലത്തും ബോറടി തോന്നില്ല, അല്ലേ മേഘേ? നീ എന്താ ഇവിടെ? കുറെ നേരമായി അടക്കി വെച്ചിരുന്ന ദേഷ്യം സിദ്ധാർത്ഥിനുള്ളിൽ നിന്ന് പുറത്തിയാടി. ആ, അത് കൊള്ളാം. ഞാൻ പിന്നെ ഇവിടെ ഇല്ല, പിന്നെ വേറെ എവിടെയാ? അച്ഛൻ വൈകുന്നേരം നാട്ടിൽ പോയി, അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരാം. ആ ഒരു സംസാരിച്ചോട്ടെ നേരിട്ട് മേഘ അവിടെ നിന്ന് മാറി. എന്താണ് നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഞാനിവിടെ ഉള്ളപ്പോൾ നിന്റെ പെണ്ണുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റില്ലെന്ന് ഓർത്താണോ? അവൻ പറഞ്ഞ വൈദ്യ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഇറങ്ങി പോണിയുടെ മുറിന്ന് അവൻ അതും പറഞ്ഞ അവളെ പുറത്തേക്ക് പിടിച്ചു തള്ളി. കാലത്തോട്ട് സഹിക്കുന്നതാണ് അവളെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവളുടെ പൊട്ടിച്ചിരി അവന് കേൾക്കാമായിരുന്നു. ഇവളിവിടെ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് രണ്ടുപേർക്കും സ്വസ്ഥതയില്ലെന്ന് സിദ്ധാർത്ഥിനപ്പോൾ മനസ്സിലായി. മേഘ വരുമ്പോൾ അസ്വസ്ഥമായ മുഖത്തോടു കൂടി നിൽക്കുന്ന സിദ്ധാർത്ഥിനെയാണ് കണ്ടത്. വൈദ്യ ചേച്ചി പോയോ? പോയി. മേഘ അച്ഛമ്മയെ കണ്ടിരുന്നോ? ഇനി വൈദ്യയെ പറ്റി തങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാവേണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ പെട്ടെന്ന് ചോദിച്ചു. ഉവ്, നേരത്തെ വൈദ്യ ചേച്ചി കൊണ്ടുപോയിരുന്നു. പിന്നെയും വൈദേഹി. സിദ്ധാർത്ഥ അരിശത്തോളം തലയുറിഞ്ഞു. എടുത്തി. അപ്പോഴേക്കും പുറത്തുനിന്ന് വിളി കേട്ടു. ആരാണ് തന്നെ എടുത്തി എന്ന് വിളിക്കുന്നതെന്ന് മേഘക്കും മനസ്സിലായില്ല. അത് നിരഞ്ജന, പാമ്പന്റെ മോൻ. എങ്ങോട്ട് വേളാ? ആ, ഏടനുണ്ടായിരുന്നു അവിടെ. അവൻ മുറിയിലേക്ക് അറാ പുറത്ത് നിന്നതേ ഉള്ളൂ. ഏടത്തി അവൻ അമ്മായി തിരക്കുന്നുണ്ട്, ആർക്കെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. ആ, ഞാൻ അതേ വരുവാ. കണ്ണുകൾ കൊണ്ട് അവൾ സിദ്ധാർത്ഥിനോട് പോകുന്നെന്ന് പറഞ്ഞ് അവൻ ചിരിയോടെ കണ്ണുകളടച്ച് കാണിക്കുകയും ചെയ്തു. ഏട്ടാ, അങ്ങോട്ട് മാറിക്കേ. അപ്പോഴേക്ക് ഇടിച്ചു തള്ളി അനകയും വേറെ കുറച്ച് പടകളും കൂടെ വന്നു. എന്താടി? നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഇവിടേക്കൊന്ന് അലങ്കരിക്കണ്ടേ? വലിയ കാര്യത്തിൽ അനക പറയുന്ന കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ചിരി വന്നുപോയി. കുട്ടികൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതി അവനോടൊന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇറങ്ങിപ്പോയ മേഘയെ പിന്നീട് അവൻ കണ്ടതേയില്ല. ചെന്നൈയിൽ നിന്ന് വന്നവർ പോകാൻ നിൽക്കുകയാണ്. പിന്നെ സിദ്ധാർത്ഥ അവരുടെ ഒപ്പം കൂടി. എല്ലാവരെയും റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് തിരികെ വന്നപ്പോഴും സമയം 10 മണി കഴിഞ്ഞിരുന്നു. പണ്ടേയുള്ള ശീലം കാരണം കാറിൽ ഇറങ്ങി വരുമ്പോൾ അറിയാതെ അപ്പുറത്തെ വീട്ടിലേക്ക് കണ്ണുകൾ നീണ്ടു. അവിടെ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പൊ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വൈദ്യ അങ്ങോട്ട് പോയോ? അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി സിദ്ധാർത്ഥ അകത്തേക്ക് കയറി. അങ്ങനെയുള്ള ബന്ധുക്കളൊന്നും പോയിട്ടില്ല. അച്ഛനും അമ്മയ്ക്ക് ഓരോ സഹോദരങ്ങളാണ് ഉള്ളതെങ്കിലും അച്ഛമ്മയും അച്ഛനും വഴി ഒരുപാട് ബന്ധുജനങ്ങളുണ്ട്. എടാ, നീ ഇത് എവിടെയായിരുന്നു? കല്യാണ ദിവസമായിട്ട് ഇപ്പോഴാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വന്നു കയറിയപ്പോൾ തന്നെ രേണുക സിദ്ധാർത്ഥിനെ മാറ്റിയിരുത്തി ശകാരിച്ചു. അമ്മ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ലേറ്റ് ആയെങ്കിൽ എന്താ, ആ മരം അങ്ങോട്ട് പോയിക്കോളില്ലേ? ആ പെൺകുട്ടി വന്ന് കയറുമ്പോഴേക്കും എന്ത് വിചാരിക്കും? അതെന്ത് വർത്താനാ അമ്മേ? അവൾക്ക് നമ്മുടെ നാടൊന്നും പരിചയമില്ലല്ലോ. അവളൊന്നും വിചാരിക്കില്ല, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ആ, ഇനി സംസാരിച്ചിക്കാണ്ട് ചെല്ല്. ആ കുട്ടിയെ ഒരിക്കൽ ഇവിടെ കുറേ നേരം ഇരുത്തി നീ വന്നിട്ട് മുറിയിലേക്ക് അയറ്റിവിടാന്ന് കരുതിയിട്ട് നിന്നെ കാണാതായപ്പോൾ അതിനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞേച്ചേ ഉള്ളൂ. ചെല്ല്, മുറിയിലേക്ക് വയ്ക്കോ. അമ്മ പറഞ്ഞു സിദ്ധാർത്ഥ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോഴേ കണ്ടു കട്ടിലിന്റെ ഒരു മൂലയിലായിട്ടിരിക്കുന്ന മേഘയെ. തലയിൽ നിറയെ മുല്ലപ്പൂ വെച്ച് മിതമായ ആഭരണങ്ങൾ ധരിച്ച് സെറ്റ് സാരി കൊടുത്ത് കണ്ണൊക്കെ എഴുതിയ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് അവൾ. ഒരു ടിപ്പിക്കൽ മലയാളി സുന്ദരി. വാതിൽ തുറക്കുന്ന ശബ്ദവും ഒപ്പം സിദ്ധാർത്ഥിനെയും കണ്ടപ്പോൾ മേഘ ചാടി എഴുന്നേറ്റു. എന്തിനെഴുന്നേറ്റ്? അവിടെ ഇരുന്നോ? സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ മേഘ വെറുതെ ചിരിച്ചതേയുള്ളൂ. ആഹാ, കൊള്ളാലോ. അവനവൾ അടിമുടിയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ മേഘയ്ക്ക് നാണം വന്നു. അത് പിന്നെ അമ്മയും അമ്മായിയൊക്കെ കൂടെ ഒരുക്കി വിട്ടതാ. സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ നാണത്തോടെയാണെങ്കിൽ അവൾ വീണ്ടും തലയാട്ടി. അവളെ തനിച്ച് നിർത്തിയും പിന്നെ തന്നോട് ചേർത്ത് നിർത്തിയൊക്കെ സിദ്ധാർത്ഥ ഫോട്ടോകൾ എടുത്തു കൂട്ടി. അതിൽ തങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അവൻ വാൾപേപ്പറായി ഇട്ടു. ചെന്നൈയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ അവന്മാരൊന്നും വിടാൻ റെയിൽവേ സ്റ്റേഷൻ പോയതാ. ട്രെയിൻ കുറച്ച് ലേറ്റായി പോയി. പിന്നെ അവർ പോവാതെ അവിടെ ഇരുത്തി പോകുന്ന മോശമല്ലേ?
അതുകൊണ്ട് അവർ പോകുന്നവരോട് നിൽക്കേണ്ടി വന്നു. മേഘ കാത്തിരുന്ന് മുഷിണ്ടാവില്ലേ? സോറി കേട്ടോ. അയ്യോ സീതേട്ടാ, എന്നോട് സോറി ഒന്നും പറയണ്ട. പിന്നെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. വൈദേഹി ചേച്ചി ഇത്രയും നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവിടെ വീട്ടിലേക്ക് പോയത്. ചേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ടത്രേ. ഓ, അതാണ് അവൾ അങ്ങോട്ടേക്ക് ചാടിയത്. ഒരു 15 മിനിറ്റ്, ഞാൻ അത് വരുന്നു. മേഘയോട് കൈകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും ആംഗ്യം കാണിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞു. പിന്നെ അവൻ മാറ്റിയിട്ടാണ് ഡ്രസ്സുമായി നേരെ ബാത്റൂമിലേക്ക് കയറി. കുറച്ച് ദിവസത്തെ ക്ഷീണം നന്നായിട്ടുണ്ട്. കണ്ണുകൾ ചെറുതായിട്ട് അടഞ്ഞു പോകുന്നുണ്ട്. സിദ്ധാർത്ഥ് വരാതെ എങ്ങനെ കിടക്കുമെന്നോർത്ത് മേഘ അവിടെ തന്നെ ഇരുന്നു മടുത്തപ്പോൾ മേഘ നേരെ ജനലിന്റെ അടുത്തേക്ക് നടന്നു. വലിയ പാളികളുള്ള ആ ജനൽ അവൾ കഷ്ടപ്പെട്ടാണ് തുറന്ന്. ജനൽ പാളിയും തുറന്ന് മേഘ വെറുതെ പുറത്തേക്ക് നോക്കിയതേയുള്ളൂ. എന്റെ അമ്മേ! പെട്ടെന്ന് അവൾ ഭയന്ന പോലെ നെഞ്ചിലേക്ക് കൈവച്ച് പിന്നിലേക്ക് അല്പം നീങ്ങി. മേഘ എന്തുപറ്റി? തല തോർത്തിയതും സിദ്ധാർത്ഥ കാഴ്ചയാണ് കണ്ടത്. അവർ മേഘയുടെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നു. അത് അവിടെ. മേഘ കൈ ചൂണ്ടിയടുത്തേക്ക് സിദ്ധാർത്ഥ് നോക്കി. സിദ്ധാർത്ഥിന്റെ മുറിയിൽ നോക്കിയാൽ വൈദേഹിയുടെ വീട് കാണാം. അവിടെ നിന്നും സിദ്ധാർത്ഥിന്റെ മുറി കാണാവുന്ന മുറിയുടെ ജനാലയും തുറന്നിട്ട് നിൽക്കുകയാണ് വൈദേഹി. ചുവന്ന തിളക്കമുള്ള പട്ടുടുത്ത് മുടി മുഴുവൻ അഴിച്ചിട്ട് കണ്ണുകൾ നന്നായി എഴുതി മുഖത്ത് ക്രൂരഭാവം നിറച്ചു നിൽക്കുന്നു. ആൾ നിൽക്കുന്നിടത്ത് മാത്രം വെളിച്ചം, ആരെയും പേടിപ്പെടുത്തുന്ന രൂപം. ആദ്യം അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് പകച്ചു. ഇവൾക്ക് ഇതെന്ത് ഭ്രാന്ത, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സിദ്ധാർത്ഥ് വേഗം തന്നെ ജനലടച്ചിട്ടു. മേഘ പേടിച്ചു പോയോ? ആ തിരിഞ്ഞെന്ന് അവളോട് ചോദിച്ചു. അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം വൈദേഹി ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായതുമില്ല. സാറില്ല, പോട്ടെ. ആൾക്ക് ഇങ്ങനെ ചില കുസൃതികളൊക്കെ ഉണ്ട്. സിദ്ധാർത്ഥ് മേഘയുടെ തോളിലൂടെ കൈ ചേർത്ത് ബെഡിനരികിലേക്ക് നടന്നു. ഇനി എന്താണ് വേണ്ടെന്നോർത്ത് സിദ്ധാർത്ഥിന്റെ മനസ്സ് അന്നേരം ആശങ്കപ്പെട്ടിരുന്നു. അവൻ തിരിഞ്ഞ് അവളോട് ചോദിച്ചു. വാ ഇരിക്കെ. കട്ടിൽ താനിരുന്നപ്പോഴും കൂടെ ഇരിക്കാതെ അവിടെ തന്നെ നിൽക്കുന്ന മേഘയെ സിദ്ധാർത്ഥ് ക്ഷണിച്ചു. ദേ, ഈ നാണൊന്നും മേഘ തീരെ ചേരുന്നില്ല കേട്ടോ. അത് പിന്നെ. വാ മേഘ, ഇവിടെ ഇരിക്കുക. സിദ്ധാർത്ഥനെ അവിടെ കൈ പിടിച്ച് അവന്റെ അടുത്തിരുത്തി. കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണെങ്കിലും മേഘ ഒരു തൊട്ടാവാടിയൊന്നുമില്ലെന്ന് സിദ്ധാർത്ഥിന് അറിയാം. എന്നാലും വൈദേഹിയെ പറ്റി ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. കുറച്ചു നാളായി വൈദേഹിയുടെ പ്രവൃത്തികൾ മൊത്തം ദുരൂഹം നിറഞ്ഞവയാണ്. ശരിക്കും നേരത്തെ അവളുടെ നിൽപ്പുകൊണ്ട് താൻ തന്നെ ഒരു നിമിഷം പേടിച്ചു പോയി. നേരത്തെ ആ കാര്യം ഇതുവരെ വിട്ടില്ലല്ലേ? മേഘയുടെ കൈകൾ പതിയെ തലോടിക്കൊണ്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ ചോദിച്ചു. അവൻ വൈദേഹിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് കണ്ട പേടിച്ചു പോയി, അതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവനോട് വൈദേഹി തന്ന മരുന്നിന്റെ കാര്യം പറയണോ വേണ്ടോ എന്ന് മേഘ ഒരു നിമിഷം സംശയിച്ചു. വന്ന കയറി ആദ്യത്തെ ദിവസം തന്നെ ആരെയും പറ്റിയൊന്നും മനസ്സിലാക്കാതെ അവരോടൊന്നും പറയേണ്ടെന്നും അടുത്ത നിമിഷം അവൾ തീരുമാനിച്ചു. അതുപോട്ടെ, വിട്ടോളാം. വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? മേഘ വിളിച്ചു എന്ന രീതിയിൽ തലയാട്ടി. സിദ്ധാർത്ഥ എപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. ദൈവമേ, എത്ര തവണ നേരിട്ടും ഫോണിലൂടെയൊക്കെ സംസാരിച്ചിരിക്കുന്നു. ഇപ്പോഴൊന്നും മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അവന്റെ കണ്ണുകളെ നേരിടാനാവാതെ മേഘ തലതാഴ്ത്തി. അല്പനേരം കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥിന്റെ ഭാഗത്ത് നനക്കൊന്നില്ലാതെയായപ്പോൾ മേഘ വീണ്ടും പതിയെ തല ഉയർത്തി ഒളികണ്ണിട്ട് അവനെ നോക്കി. എന്താണ്? കള്ളനോട്ടം കണ്ടപ്പോൾ അവൻ വീണ്ടും ചിരിച്ചു. ഒന്നുമില്ല. അവളും ചിരിയോടെ തല ഉടഞ്ഞു. ഇങ്ങു വാ. സിദ്ധാർത്ഥ അവൾ ഒന്നുകൂടെ തന്റെ അരികിലേക്ക് സ്നേഹത്തോടെ ചേർത്തിരുത്തി. ചെമ്പകപ്പൂവിന്റെ നറുമണം. മുമ്പ് പലപ്പോഴും അവൾ അടുത്ത് വരുമ്പോഴേക്ക് ഈ സുഗന്ധം തന്നെയായിരുന്നു എന്ന് സിദ്ധാർത്ഥ ഓർത്തു. മേഘ. പതിയെ അവളുടെ നെറ്റിലായി അവൻ തന്റെ ചുണ്ടുകൾ ചേർത്തു. സിദ്ധാർത്ഥിന്റെ ആദ്യ ചുംബനം അവൾക്ക് നേരിയ വിറയലും ഒപ്പം ഒരു ഉൾക്കുളിരുമാണ് സമ്മാനിച്ചത്. അവൾ കണ്ണുകളടച്ച് നിർവൃതിയിൽ അങ്ങനെ ഇരുന്നു. സിദ്ധാർത്ഥ മേലെ അവിടെ താടിത്തുമ്പുയർത്തി. കണ്ണുകൾ ചെറുതായി ചുവന്നിരിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണമുണ്ടെന്ന്. തലവേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ബാമനീലം വേണോ? വേണ്ട, ഒന്ന് കിടന്നാൽ ശരിയാവും സിദ്ധേട്ടാ. അവന്റെ കൈവിരലുകളിൽ തന്റെ കൈവിരലുകൾ ചുറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാ കിടന്നു, ഞാനും കിടക്കുക. തലയിലെ പൂവ് മാത്രം അഴിച്ചു മാറ്റി ബെഡിന്റെ ഓരത്തായി അവൾ കിടന്നു. അരികിൽ സിദ്ധാർത്ഥും. പതിയെ അവന്റെ കരങ്ങൾ അവളെ മെല്ലെ പുണർന്നു. തന്നെ പൊതിഞ്ഞിടക്കുന്ന അവന്റെ കൈകളിൽ അവളും കൈകൾ ചേർത്തു. ഇടയ്ക്കിടെ അവന്റെ കുഞ്ഞു മുത്തങ്ങൾ തന്നെ നെറ്റിയിലും കവിളിലുമൊക്കെ പതിക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇത്തിരി നാണത്തോടെയാണെങ്കിലും അവളുടെ ചുണ്ടുകളും മെല്ലെ അവനിൽ പതിഞ്ഞു. പണ്ടാരം, ഏതിന്റെ ഉള്ളിലാണ് നിന്റെ കോളേജ്? പാലക്കാട് ആവണിയുടെ കോളേജിലേക്കുള്ള യാത്രയിലായിരുന്നു ആവണിയും ജീവനും. കുറച്ചുകൂടെ പോണം. വലതുവശത്തേക്ക് കൈ കാണിച്ച് ആവണി പറഞ്ഞു. ബസ്സിന് കയറ്റി പണ്ടാറടയ്ക്കാൻ മതിയായിരുന്നു. ഏത് നേരത്താണോ ഈ സാധനത്തിനെയും കെട്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് പോരാൻ തോന്നിയത്? ജീവൻ പറയുന്ന കേട്ടിട്ടും ആവണിയൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ ആവശ്യം ഇയാളുടെ വർത്തമാനത്തിന് മറുപടി കൊടുക്കലല്ല, പോയി സർട്ടിഫിക്കറ്റ് വാങ്ങലാണ്. ഡേറ്റ് കൂടി കഴിഞ്ഞിട്ടിയാൽ പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവേണ്ടി വരും. ആകെ വലിയ മെനകേടാണ്. സുമതിയുടെയും ജീവന്റെയൊക്കെ ആ ഗുഹയിലെത്തിയാൽ പിന്നെ പുറത്തിറങ്ങാൻ തന്നെ പറ്റില്ല. അമ്മയുടെ കരച്ചിലും ബാവളൊക്കെ കണ്ട് ജീവന്റെ കാല് പിടിച്ച് വിരുന്നിനായി പോയതായിരുന്നു ആവണിയുടെ വീട്ടിൽ. അവിടെ വെച്ച് കോളേജിലേക്ക് വന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അച്ഛനോടും പറഞ്ഞു. അപ്പോൾ വസ്തൻ പറഞ്ഞു രണ്ടാളും കൂടെ പോയിട്ട് വരാൻ. ജീവനാണെങ്കിൽ അമ്മാവന്മാരുടെയും ചെറിയച്ഛന്മാരുടെയും ഒക്കെ മുമ്പിൽ നല്ല മരുമകൻ ചമയുന്ന നേരമായത് കാരണം മറുത്തൊന്നും പറയാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുരിശുകൂടെ കൂടിയത് ആവണി മനസ്സിലോർത്തു. ദാ ഇവിടുന്ന് ലെഫ്റ്റ്, ഇത് കോളേജിലേക്കുള്ള വഴിയാ. സ്ഥലത്താനായപ്പോൾ ഒരു ഉഷാറുണ്ടില്ലേ?
ഇവിടെ എവിടെയാലടി നിന്നെ മറ്റവന്റെ വീട്. അത്രയും നേരം പുറത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഇരുന്ന അവളുടെ മുഖത്ത് ജീവന്റെ ആ ചോദ്യം കേട്ടപ്പോൾ സങ്കടം നിറഞ്ഞു. ആദ്യമൊക്കെ വല്ലപ്പോഴും ആയിരുന്നെങ്കിൽ ഇപ്പോൾ എപ്പോഴും തന്നെയാണ് വാ തുറന്നാൽ പറയുന്നത്. നിനക്കെന്താടി ചെവി കേൾക്കില്ലേ? മിണ്ടിയാലും കുറ്റം മിണ്ടിയില്ലേലും കുറ്റം. ആവണി ജീവനെ ദയനീയമായി നോക്കി പറഞ്ഞു. നാക്കൊക്കെ വന്നാലൂടി നിനക്ക്. അപ്പോഴേക്കും കോളേജ് ജീവന്റെ അരികിൽ വണ്ടിയെത്തി. പുറത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട്. ഉള്ളിലും കുറെ കുട്ടികളും പേരൻസും ഒക്കെ നിൽക്കുന്നുണ്ട്. വായി നോക്കിയിരിക്കാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോടി. കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ഇവിടെ എങ്ങാനുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ബസ്സും പിടിച്ച് പോന്നേക്ക്. അത് കേട്ടപ്പോൾ അവന് വേഗം ചാടി ഇറങ്ങി. അപ്പോഴേക്കും ജീവൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവനരികിൽ നിന്ന് പോയപ്പോൾ അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കുറെ നാളെത്തി തന്റെ ഉള്ളിലേക്ക് ഫ്രഷ് എയർ കയറുന്ന പോലെ അവൾക്ക് അപ്പോൾ തോന്നി. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഫ്രണ്ട്സിന്റെ ഒരു സംഘം വന്ന് അവളെ പൊതിഞ്ഞു. പിന്നെ അവരോട് വിശേഷം ചോദിക്കലായി, പറച്ചിലായി. മൊത്തത്തിൽ മൂടങ്ങ് മാറിയതുപോലെ. ഉച്ച കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ അതിനുള്ളിൽ തന്നെ ജീവൻ അവളെ വിളിച്ചു പറഞ്ഞിരുന്നു നാട്ടിലേക്ക് പോവാണെന്ന്. അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് അവളും കരുതി. അല്ലെങ്കിൽ അവനുമൊത്ത് നാട് വരെ യാത്ര ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ കൂടെ വയ്യ. മോളെ, ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കൂട്ടുകാരുമൊത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നേരമാണ് പരിചയമുള്ള ശബ്ദത്തിലുള്ള ഒരു വിളി ആവണി കേട്ടത്. അച്ഛൻ, വിനീതേട്ടന്റെ അച്ഛൻ. അപ്രതീക്ഷിതമായി വിനീതിന്റെ അച്ഛനെ കണ്ടപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തന്റെ ഉള്ളിൽ വന്നിറയുന്നതെന്ന് ആൾക്ക് മനസ്സിലായില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.